ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയും ആര്യനും കൂടെ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്ന സമയത്താണ് മിത്ര ആര്യനെ പറഞ്ഞ് വിടുന്നുണ്ട് മിഥുൻ എന്താ സംഭവിച്ചെന്ന് അറിയാനായിട്ട്. മിഥുൻ ആ സ്പോട്ടിലേക്ക് പോവുകയാണല്ലോ. ആ സമയത്ത് അവിടെ മിഥുനെ കാണുന്നുമില്ല. ആര്യനാകെ ടെൻഷൻ അടിച്ച് തിരിച്ച് വരികയും ചെയ്യുന്നു. വരുന്ന വഴി വെച്ച് ബാലിനെ കാണുകയാണ്. ബാലിന് സംശയം തോന്നുകയാണ് ഇവിടെ എന്തിനാണ് വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം സംസാരിച്ചിട്ടാണ് ആര്യൻ വീട്ടിലേക്കും ബാലൻ കടയിലേക്കും പോകുന്നത്. അപ്പോൾ മിത്ര ഒരുപാട് ആലോചിച്ചിരിക്കുക, ഇത്ര സമയമായിട്ടും കണ്ടില്ലല്ലോ ആര്യന്, വന്നു കഴിഞ്ഞാലല്ലേ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോഴാണ് ദേവി കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് കേട്ടോ. അകത്ത് വന്ന് മിത്രയെന്ന് വിളിക്കുന്നത്. മിത്ര പേടിച്ച് ഞെട്ടി വിറച്ച് കയറുന്ന സ്വീറ്റ്സൊക്കെ തട്ടിമറിച്ചിടുക കേട്ടോ. ഇത് കണ്ടിട്ട് ദേവി തന്നെ അത്ഭുതപ്പെടുവാണ്. ദേവി ചോദിക്കണം, എന്താ മിത്ര നിനക്ക് പറ്റിയത്? 2 ദിവസം കൊണ്ട് നീ വല്ലാത്ത ടെൻഷനാണല്ലോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് തുറന്നു പറഞ്ഞൂടെ? തുറന്നു പറ മിത്രേ, എന്താ നിങ്ങൾക്ക് സംഭവിച്ചത്? ഒന്നുമില്ല ദേവിച്ചി, ഒന്ന് ഇവിടുന്ന് പോയി തരാമോ? എനിക്കൊന്ന് സമാധാനം വേണമെന്നൊക്കെ പറയാം. ഓ അത് ശരി, അപ്പോൾ ചുരുക്കം പറയാം, ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല അതല്ലേ? അയ്യോ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ, എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ ഈ കണ്ണിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് നീ ഇന്നത്തെ ദിവസം എന്താ സംഭവിച്ചതെന്നാണ് പറഞ്ഞേ. ചേച്ചി ഒന്നും ഇല്ലെന്നല്ലേ പറഞ്ഞ്. അത് പറ്റത്തില്ല, നീ എൻ്റെ കണ്ണിലേക്ക് നോക്ക് എന്ന് പറഞ്ഞ് വഴക്ക് പറയാം കേട്ടോ. അങ്ങനെ ദേവിയുടെ ഉപദേശപ്രകാരം ആ കണ്ണിലേക്ക് തുറിച്ച് നോക്കുകയാണ്. എന്നിട്ട് അപ്പോൾ ദേവി പറയാം, ഇനി പറഞ്ഞു ഇന്ന് എന്താ സംഭവിച്ചതെന്ന്. അപ്പോഴാണ് മിത്ര പറഞ്ഞത്, അതെ ഞാനിവിടെ വല്ലാത്തൊരു സ്വപ്നത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് പെട്ടെന്ന് രാക്ഷസി പോലെ ഒരാൾ കയറി വന്ന്. ഞാൻ പേടിച്ച് പറിച്ചു പോയി തട്ടി മറിച്ചിടുവാണ് കയ്യിൽ നിന്ന് എന്തൊക്കെയോ. അങ്ങനെ ചാടി എണീറ്റ് നോക്കുമ്പോഴാണ് മുന്നിൽ ദേവിച്ചിയുടെ കയ്യിലുള്ള ഈ സ്വീറ്റ്സൊക്കെയാണ് ഞാൻ തട്ടിമറിച്ചിട്ടത് എന്നൊക്കെ ഇങ്ങനെ മിത്ര പറയുമ്പോൾ ശരിക്കും ദേവിയെ കളിയാക്കിയതാണെന്ന് മനസ്സിലാവുക കേട്ടോ. അപ്പോൾ ദേവി പറയാം, അത് ശരി, അപ്പോൾ ഞാൻ രാക്ഷസിയാണെന്നാണ് നീ പറഞ്ഞു വരുന്നല്ലേ? അയ്യോ അല്ല ചേച്ചി, അങ്ങനെയല്ല. ശരി, എന്തായാലും നീ നിൻ്റെ കാര്യം നടന്നോ, ഞാൻ എപ്പോഴായാലും ഇത് കണ്ടുപിടിച്ചിരിക്കുമെന്ന് പറഞ്ഞ് ദേവി അവിടെ നിന്ന് ഇറങ്ങി പോവാട്ടോ. പക്ഷേ മിത്ര പേടിച്ച് വരേണ്ടിയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ആര്യൻ നേരെ കയറി വരുമല്ലോ. അതിനു മുമ്പായിട്ട് വീണ്ടും ഡ്രസ്സൊക്കെ മാറി ദേവി വീണ്ടും പിന്നെയും വരും കേട്ടോ. അപ്പോൾ വീണ്ടും വന്ന് ഇതേപോലെ മിത്രയെന്ന് വിളിക്കുമ്പോൾ മിത്ര പേടിച്ച് വിറയ്ക്കുകയാണ്. അങ്ങനെ അവസാനം മിത്രയ്ക്ക് ദേഷ്യം വന്ന് എന്തൊക്കെയോ ദേവിയോട് പറയുന്നുണ്ട്. അങ്ങനെ അതും കേട്ടിട്ട് ദേവി തിരിച്ചിറങ്ങി പോണ സമയത്താണ് ആര്യം കയറി വരുന്നത് കേട്ടോ. ആര്യം വന്നുകൊണ്ട് മിത്രയ്ക്ക് ഒരുപാട് സമാധാനമാവുന്നുണ്ട്. വന്നുടനെ ആര്യം പറയാം, എല്ലാം കുഴപ്പമായും തോന്നണോ മിത്രേ? എന്താ എന്ത് പറ്റും? അതെ, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല. ഞാൻ ആ സ്പോട്ടിൽ പോയി നോക്കി, പക്ഷേ അവിടെ മിഥുൻ്റെ ഡെഡ് ബോഡിയോ ഒന്നും കാണാനില്ല. പിന്നെ അവനെവിടെ പോയി അറിയില്ല. ഇനി അവൻ്റെ കൂട്ടുകാരന്മാർ അവിടുന്ന് അവനെ മാറ്റിയോ വല്ല ചെന്നൈയിലോ മറ്റോ കൊണ്ടുപോയോ അതോ പോലീസൊന്നും വന്നതായിട്ട് ഒരു കാര്യവും കാണുന്നില്ല അവിടെ. എങ്കിൽ നാട്ടുകാർ പറയുമായിരുന്നല്ലോ. ഞാൻ അവിടെ 1-2 പേർത്തൊക്കെ ചോദിച്ചു, അവിടെ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നടന്നിട്ടില്ലെന്ന് അവർ പറയണത്. അപ്പോൾ പിന്നെ അവൻ എവിടെ പോയി? ഇനി രക്ഷപ്പെട്ട് കാണോ അതോ ഇനി പോലീസിന് അവനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേര് പറയില്ലേ? എങ്കിൽ നമ്മൾ അന്വേഷിച്ചിങ്ങോട്ട് വരില്ലേ? ഇനി എന്താ ചെയ്യുക? എനിക്ക് ആകെ പേടിയാവണോ. ഇത് കുറച്ച് മുമ്പ് ഇവിടെ ദേവിയച്ചി വന്ന് അവരുടെ സംശയമൊക്കെ പറയുമ്പോൾ തന്നെ എൻ്റെ കൺട്രോൾ പോയി. ഞാൻ എന്തൊക്കെയോ വിളിച്ച് പറഞ്ഞു ദേഷ്യം വന്ന്. ഇതാ നിൻ്റെ കുഴപ്പം. നീ എന്തിനാ മിത്ര ഇങ്ങനെ പരിസരബോധം ഇല്ലാത്ത പെരുമാറും? നിൻ്റെ ഈ പേടിയും കാര്യങ്ങളും തന്നെ മറ്റുള്ളവരെ എല്ലാം അറിയിക്കില്ല. ധൈര്യമൊന്നും കൈവിടാതെ ധൈര്യത്തോടെ ഇരുന്നോ. ഞാൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ നിന്ന് എങ്ങനെ ഒന്ന് രക്ഷപ്പെടാൻ പറ്റുക? എനിക്ക് ഈ ടെൻഷൻ മാറുന്നില്ല. എന്തെങ്കിലും ഒന്ന് അറിഞ്ഞാൽ മതി. ഇതിന് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു സമാധാനം ആയേനെയായിരുന്നു. സാരില്ല, എന്തായാലും ഞാൻ വിചാരിക്കണതേ നമ്മളെ രക്ഷിക്കാനായിട്ട് നമുക്കിത് ആരോടെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞാലോ. നമുക്ക് ആരോട് തുറന്നു പറയാൻ പറ്റും? മീനാക്ഷി ചേച്ചിയോടൊന്ന് പറഞ്ഞാലോ, മനസ്സിനൊരു ആശ്വാസം കിട്ടും എന്ന് പറയാം കേട്ടോ. അപ്പോഴാണ് മിത്ര പറയാണ് ആര്യനോട്, അതെ നമുക്കിവിടെ പറയാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, അത് അങ്കിളാണ്. അങ്കിളിനോട് തുറന്നു പറഞ്ഞാലോ? അയ്യോ എൻ്റെ പൊന്നുമിത്ര, ഞാനത് പറയാൻ മറന്നുപോയി. ഞാനേ അവിടെ മിഥുനെ കണ്ടിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അച്ഛനെ കണ്ടിരുന്നു ആ സ്പോട്ടിൽ വെച്ച്. അയ്യോ അവിടെ എന്തിനാ അങ്കിൾ വന്നേ? അതെനിക്കറിയില്ല, ഞാൻ എന്തിനാ വന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് വിസ്താരമൊക്കെ ആയി. എന്നിട്ട് എന്നോട് അവിടെ നിൽക്കേണ്ട ഈ സ്ഥലം അത്ര ശരിയല്ല എന്ന് എന്നെ പറഞ്ഞ് വിടുകയും ചെയ്തിരുന്നു. അയ്യോ ഇനിയിപ്പോൾ വലിയ സംശയം തോന്നിക്കാണോ? എന്താവോ അവിടെ വെച്ച് മിഥുനെ എങ്ങനും കണ്ടിട്ടുണ്ടാവോ? എന്താ പ്രശ്നം എന്നും പറഞ്ഞ് അവർ പേടിച്ച് വിറച്ച് അങ്ങനെ നിൽക്കട്ടോ. അപ്പോൾ ആര്യം പറയണം, നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നിന്നെ കൂടെ ഞാനുണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ. പിന്നെ ഇവിടെ ആരെയും അറിയിച്ച് ആരെയും വിഷമിപ്പിക്കേണ്ട യാതൊരു കാര്യമില്ല എന്ന് പറയാം കേട്ടോ. സാരമില്ല. പിന്നെ നിന്നോടുള്ള ആ ഒരു സ്നേഹം നീ എൻ്റേത് മാത്രമാണ്. നിന്നെ എനിക്ക് മിഥുന് വിട്ടുകൊടുക്കാനും മറ്റുള്ള ഒരു ആപത്തിന് വിട്ടുകൊടുക്കാനും ഞാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് നീ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ആരും പോവാട്ടോ. പക്ഷേ വീണ്ടും ദേവി വന്ന് ഈ കിണ്ടി ചോദിക്കുന്ന കാരണം ദേവി മിത്രയോട് പറയാനുണ്ട്, അതെ ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ച് വന്ന സമയം മുതലേ ഞാൻ ഇത് തന്നെ ആലോചിച്ചുകൊണ്ട് വരുന്ന കേട്ടോ. എന്താ ആലോചിക്കുന്നത്? അല്ല മിത്രയ്ക്ക് ആരും എന്താ പറ്റിയേ? നിൻ്റെ മുഖത്ത് 2 ദിവസമായിട്ട് നല്ല പരിഭ്രമവും
എന്തൊക്കെയോ പേടിയോ നീ ഒളിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിനക്ക് തുറന്നു പറഞ്ഞാൽ ഇതെല്ലാം ശരിയാവില്ലേ? ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ലേ? അല്ലെങ്കിൽ ഇവിടെ ആരോടെങ്കിലും തുറന്നു പറ, നിനക്ക് എന്താ പ്രശ്നം, എന്തെങ്കിലും ഉണ്ടോ, ഈ ചേച്ചിയോട് പറ എന്നൊക്കെ പറയാട്ടോ. പക്ഷേ മിത്ര വീണ്ടും അതൊന്നും വിട്ടുകൊടുക്കുന്നില്ല. ആരെയും കൊടുത്ത ധൈര്യത്തിൽ പിടിച്ചങ്ങനെ തന്നെ നിൽക്കുകയാണ്. എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ദേവിയേട്ടി എന്ന് പറയുകയും ചെയ്യാട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ മീനാക്ഷി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് പിടിച്ച് പോകാൻ വേണ്ടി ഇരിക്കുക. അപ്പോഴാണ് ആഹാരമൊക്കെ കഴിഞ്ഞിട്ട് വേണ്ടി പോകാൻ. കഴിക്കുന്ന സമയത്ത് മീനാക്ഷിയുടെ അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്തായാലും നിങ്ങൾ ഈ കാർ ഇന്ന് വീട്ടിൽ കൊണ്ട് പോകണം, അവിടെ പോയിട്ട് എല്ലാവരും കാണിക്കണം, സന്തോഷത്തായിട്ടിരിക്കണം. പിന്നെ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് നാളെ ഇവിടുന്ന് ഒരു ഡ്രൈവർ വരും. എന്നിട്ട് അത് കഴിഞ്ഞ് കാർ അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഡ്രൈവിംഗ് പഠിപ്പിക്കാനും ഒരാൾ വരും. ഞാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ ആകാശ് മോൻ മാത്രം പഠിച്ചാൽ പോരാ, മോളും കൂടെ പഠിക്കണം കേട്ടോ. ശരി അച്ഛാ എന്നൊക്കെ പറയാം. പിറ്റേ ദിവസം അവർ തിരിച്ചും ആ ദിവസം രാത്രി വരാൻ വേണ്ടി തിരിച്ച് വരുന്ന സമയത്ത് ആകാശിനോട് നമ്മുടെ മീനാക്ഷി പറയാ, അതെ ഈ കാറൊക്കെ കൊണ്ട് ദേവമംഗലത്ത് പോകണോ, അച്ഛന് ഇഷ്ടാവോ, എനിക്ക് തോന്നണില്ല. അതിപ്പോൾ ഇഷ്ടാവാഞ്ഞിട്ട് എന്താ, ഞങ്ങൾ കൊണ്ടുപോവാം എന്നിങ്ങനെ ആകാശ് പറയാട്ടോ. ആകാശിനെങ്കിൽ കാറൊക്കെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി, വീട്ടിലേക്ക് പോയാൽ മതി. അപ്പോൾ പക്ഷേ മീനാക്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതൊന്നും വേണ്ട, നല്ല ശരിയല്ല, അച്ഛനും അമ്മയും നമ്മുടെ സ്നേഹം കാണിക്കുന്നതും വാങ്ങിച്ചിരുന്നതും ഒക്കെ ശരിയാണ്, പക്ഷേ ഇത് കൊണ്ടുപോകുന്നത് ശരിയാവണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊന്നും നീ വിചാരിക്കേണ്ട, അച്ഛൻ അങ്ങനെയൊന്നും വിചാരിക്കില്ല. പിന്നെ അതുപോലെ തന്നെ മീനാക്ഷിയുടെ അച്ഛനും പറഞ്ഞു കൊടുക്കുക, ബാലൻ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ, അങ്ങനെ കാറിൻ്റെ പേരിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നേരെ, കുറച്ച് സാധനങ്ങൾ എടുത്തുണ്ട്, നിങ്ങൾക്ക് ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്, പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കണേ. അപ്പോൾ ആകാശ് അങ്ങ് ധൈര്യത്തിൽ നിൽക്കുക കേട്ടോ. പക്ഷേ മീനാക്ഷി പറയാം, അതൊന്നും ശരിയല്ല അച്ഛാ, നമ്മൾ അവിടെ താമസിക്കുമ്പോൾ അച്ഛൻ അങ്ങനെ വിഷമിപ്പിക്കാനൊന്നും പാടില്ല, അച്ഛൻ ആ കുടുംബം കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ ബാലനെ സപ്പോർട്ട് ചെയ്തതിന് മീനാക്ഷി പറയാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് കാറുമായിട്ട് പോകുന്ന സമയത്ത് ഡ്രൈവറെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവറോട് പറയാം, ഇവരെ സുരക്ഷിതമായിട്ട് നിങ്ങൾ വീട്ടിലേതുകൊണ്ട് എത്തിക്കണം, പിന്നെ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് അവിടുന്ന് ഒരാൾ വരെയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കി. പക്ഷേ അച്ഛനെ കെട്ടിപ്പിടിച്ചിട്ട് മീനാക്ഷി പറയാൻ, അച്ഛാ ഇത് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആദ്യം താല്പര്യമില്ലെങ്കിലും എനിക്ക് ഒരുപാട് സന്തോഷമായി കാറ് കിട്ടിയത്, ഒരുപാട് താങ്ക്സ് അച്ഛാന്ന് പറഞ്ഞ് അച്ഛനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോകണം കേട്ടോ. അങ്ങനെ അവർ പോണ വഴിക്ക് ദേവമംഗലത്തിൻ്റെ തൊട്ട് ഇപ്പുറത്തെത്തുമ്പോൾ തന്നെ വണ്ടി നിർത്താനായിട്ട് ആകാശ് പറയാം. അങ്ങനെ ഡ്രൈവർ വണ്ടി നിർത്താണ്. പുറത്തിറങ്ങിയിട്ട് ഒരുപാട് സെൽഫി എടുക്കുക കേട്ടോ. കാർ ഡ്രൈവ് ചെയ്യുന്നതായിട്ടും സ്റ്റിയറിങ്ങിൽ പിടിക്കുന്നതായിട്ടും ഇവർ രണ്ടുപേരും കൂടെ നിന്ന് ഡ്രൈവറെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് ഭയങ്കര സന്തോഷത്തിൽ മതി മറന്നാണ് രണ്ടുപേരും ദേവമംഗലത്തേക്ക് ചെല്ലുന്നുണ്ടോ. അവിടെ ചെന്ന് കാറിൻ്റെ ഹോൺ അടിച്ച് ഇറങ്ങാൻ നിൽക്കുന്നതും ദേവി അവിടെ നിൽപ്പുണ്ട്. അന്തം വിട്ട് നോക്കുക, ഇതാരപ്പാ ഇതിൻ്റെ ഫ്രണ്ടിൽ കാറും കൊണ്ട് നിർത്തിക്കണമെന്ന് ദേവി ഇങ്ങനെ കാര്യമായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കേണ്ട എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്